ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ കുട്ടി ജനിച്ച സംഭവത്തിൽ ആരോപണ വിധേയയായ ഡോക്ടർ പുഷ്പയ്ക്കെതിരെ വീണ്ടും ഒരു പരാതി കൂടി. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവിച്ച കുഞ്ഞിന്റെ കൈ തളർന്നുപോയെന്നാണ് പരാതിയിൽ പറയുന്നത്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ വാർഡിൽ വിഷ്ണുദാസിന്റെയും അശ്വതി ദമ്പതികളുടെ മകനാണ് വലത് കൈയുടെ സ്വാധീനം തിരിച്ചു കിട്ടാഞ്ഞത്. പ്രസവത്തിനിടയിലുണ്ടായ പരിക്കാണ് തളർച്ചയ്ക്ക് കാരണമെന്നാണ് മെഡിക്കൽ കോളേജിലെ ചികിത്സാ രേഖകൾ പറയുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈ 3-നാണ് കുഞ്ഞ് ജനിച്ചത്. വാക്വം ഡെലിവറിയിലൂടെയാണ് കുഞ്ഞിനെ പുറത്തെടുത്തത്. കുഞ്ഞ് ജനിച്ച് 6 മാസത്തിനുള്ളിൽ കൈക്ക് സ്വാധീനം ഉണ്ടാകുമെന്ന് ഡോക്ടർ ഉറപ്പ് നൽകിയിരുന്നെന്നും 1 വർഷമായിട്ട് മാറ്റമൊന്നുമില്ലെന്നുമാണ് കുടുംബം പറയുന്നത്. ഇതിനെ തുടർന്ന് ആലപ്പുഴയിൽ അസാധാരണ വൈകല്യങ്ങളോടെ കുഞ്ഞ് ജനിച്ച സംഭവത്തിൽ ലാബുകൾക്ക് ഗുരുതര വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തി ആരോഗ്യവകുപ്പും. സംഭവത്തിൽ ലാബുകളുടെ ലൈസൻസ് റദ്ദാക്കി. സ്കാനിങ്ങിൽ കുഞ്ഞിന്റെ ആദ്യത്തെ പ്രശ്നങ്ങൾ തിരിച്ചറിയാത്തതും സ്കാനിങ്ങിന് ശേഷമുള്ള വിവരങ്ങൾ ലാബ് അധികൃതർ ഒഴിവാക്കിയതായും ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിരുന്നു. അതേസമയം ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ ലജ്നത്തുൽ വാർഡിൽ അനീഷ് മുഹമ്മദിന്റെയും ഭാര്യ സുറുമയ്ക്കും മൂന്നാമതായി ഒരു കുഞ്ഞ് നവംബർ 8-ന് ഉണ്ടായി. കുഞ്ഞിന്റെ ചെവിയും കണ്ണും ഉള്ളത് യഥാസ്ഥാനത്തല്ല. വായ തുറക്കുന്നില്ല. മലർത്തി കിടത്തിയാൽ കുഞ്ഞിന്റെ നാവ് ഉള്ളിലേക്ക് പോകും. കാലിനും കൈക്കും വളവുമുണ്ട്. ഗർഭകാലത്തെ സ്കാനിങ്ങിൽ ഡോക്ടർമാർ വൈകല്യം അറിയിച്ചില്ലെന്നാണ് ഈ കുടുംബത്തിന്റെ ആരോപണം. ഈ സംഭവം അറിഞ്ഞയുടൻ അന്വേഷണം ആരംഭിക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിർദ്ദേശം നൽകിയതായി മന്ത്രി വീണ ജോർജ് പറഞ്ഞിരുന്നു. ജില്ലാതല അന്വേഷണം ഇതിനകം നടക്കുന്നുമുണ്ട്. അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്കാനിംഗ് സെന്ററുകൾ ഉൾപ്പെടും. വീഴ്ച വരുത്തിയ ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. പലയിടങ്ങളിലും ക്രമക്കേട് നടക്കുന്നുണ്ടെന്ന പരാതിയിലാണ് ഇത്തരം അന്വേഷണങ്ങൾ. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഗുരുതരമായ ഇത്തരത്തിലുള്ള വീഴ്ച മറ്റ് ലാബുകളിലും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ സ്പെഷ്യൽ ബ്രാഞ്ചിനെ നിയോഗിച്ചിരിക്കുന്നത്. വീഴ്ചയിലുള്ള ലാബുകളിലെ ക്രമക്കേട് കണ്ടെത്തുക എന്നതാണ് ലക്ഷ്യം. വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നും സ്കാനിംഗ് സെന്ററിൽ നിന്നും പിടിച്ചെടുത്ത രേഖകൾ വിശകലനം ചെയ്തതാണ് റിപ്പോർട്ട് കൈമാറിയത്. ഇതോടെയാണ് ഡോക്ടർമാർക്കെതിരെ നടപടിയെടുത്തതും.